ചില ദിവസങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്, പക്ഷേ മറ്റു ചില ദിവസങ്ങളോ അതങ്ങോട്ട് സംഭവിച്ചു പോണതാണ്. ഇന്നത്തെ വ്ളോഗും അങ്ങനെ സംഭവിച്ചൊരു ദിവസമായിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ ഹസ്ബൻഡ്സും ഒരേ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം അവരുടെ ഓഫീസിലെ ഒരു സ്പെഷ്യൽ പരിപാടി ഉണ്ടായിരുന്നു. ബ്രിങ് യുവർ കിഡ്സ് ടു ഓഫീസ് ഡേ. അതായത് കുട്ടികളെ നമുക്ക് വേണമെങ്കിൽ ഓഫീസിലേക്ക് കൊണ്ടുപോകാം. ഇത് കേട്ടപ്പോൾ കുട്ടികളെക്കാളും കൂടുതൽ സന്തോഷിച്ചിരുന്നത് ഞങ്ങൾ അമ്മമാരായിരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ സമ്മർ വെക്കേഷനും കൂടിയാണ്. ഇത് കേട്ടപ്പോൾ മക്കളും നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇവിടെ അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഇവരുടെ ഓഫീസ്. അപ്പോൾ അന്നത്തെ ദിവസം മക്കളിനെയൊക്കെ അച്ഛന്മാരുടെ കൂടെ വിട്ടിട്ട് നമുക്കും അവരുടെ കൂടെ കറങ്ങാനായിട്ട് SFO പോയാലോ എന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു. ചെറിയ കുട്ടികൾ നമുക്ക് രണ്ടുപേർക്ക് ഉള്ളതുകൊണ്ട് ആദ്യം ഒന്ന് സംശയിച്ചെങ്കിലും പിന്നെ രണ്ടും കൽപ്പിച്ച് നമുക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളും അവരുടെ കൂടെ രാവിലെ തന്നെ ബാട്ടിൽ പുറപ്പെട്ടു. ഏകദേശം 45 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ SFOയിലെത്തി. അങ്ങനെ ഞങ്ങൾ SFOയിലെത്തി കുട്ടികളിനൊക്കെ അച്ഛന്മാരുടെ കൂടെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ 2 ചെറിയ കുട്ടികളും നമ്മൾ 3 അമ്മമാരും കൂടെ SFO ഒന്ന് കറങ്ങാനായിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. ബാറ്റ് ഇറങ്ങി കുറച്ച് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ ആദ്യം കാപ്പി കുടിക്കാനായിട്ട് കയറി. അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് പുറത്തിറങ്ങിയാൽ ഒരു ചായയോ കാപ്പിയോ കിട്ടിയാൽ നല്ല സന്തോഷമായിരിക്കുമല്ലോ. അങ്ങനെ നല്ല ചൂട് കാപ്പിയും സാൻഡ്വിച്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഫെറി ബിൽഡിംഗ് മാർക്കറ്റ് പ്ലേസിനകത്താണ് നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് പോയത്. അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അമേരിക്കൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും കുറേ അധികം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ആ ഫെറി ബിൽഡിങ്ങിൻ്റെ ചുറ്റുവട്ടം മൊത്തം നമ്മളൊന്ന് കറങ്ങിയായിരുന്നു. 2 ചെറിയ കുട്ടികളും ഒരുപാട് അലമ്പൊന്നും ഇല്ലാണ്ട് സഹകരിച്ചതുകൊണ്ട് നമുക്ക് ഓരോ പോയിന്റിൽ എത്തുമ്പോഴും ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ നല്ലോണം പറ്റി. അല്ലെങ്കിലും സ്ഥലങ്ങൾ കാണലും അതിൻ്റെ കൂടെ ഫോട്ടോയും വീഡിയോ എടുക്കലും നമുക്ക് നിർബന്ധമായിരിക്കുമല്ലോ. അല്ലെങ്കിലും SFO ഒക്കെ നമ്മൾ എത്ര പോയാലും നമുക്ക് മതിയാവില്ലല്ലോ. അതുപോലെ തന്നെ പോണ സമയത്തൊക്കെ നമ്മൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ഗാലറി ഫുള്ളാക്കാറുണ്ട്. അങ്ങനെ നമ്മൾ അവിടേക്ക് ഒന്ന് ചെറുതായി കറങ്ങിയതിന് ശേഷം തിരിച്ചു വരുമ്പോഴാണ് അവിടുത്തെ ഒരു ഫാമേഴ്സ് മാർക്കറ്റ് നമ്മൾ കണ്ടത്. ഇത്രയും വലിയൊരു ഡൗൺ ടൗണിലടക്കം ഇങ്ങനെ ഫാമേഴ്സ് മാർക്കറ്റ് ഉണ്ടാവും നമ്മൾ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷവും എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും പൂക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വള്ളിപ്പയറും കൈപ്പയ്ക്കൊക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ കൂടിയത്. അതുപോലെ തന്നെ കൈപ്പയ്ക്ക തുടങ്ങിയ കുറേ അധികം നമ്മുടെ പച്ചക്കറികൾ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റി. അങ്ങനെ അത്യാവശ്യം കറങ്ങിയതിന് ശേഷം ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ടൈമായപ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് നടന്നു. ഓഷാത്തായ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ലഞ്ചിനായിട്ട് കയറിയത്. നമ്മൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒത്തിരി ഐറ്റംസ് ഒന്നും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മൊഹീറ്റോയും ഒരു സ്റ്റാർട്ടറും അതുപോലെ തന്നെ ഒരു സൂപ്പും ഒരു മെയിൻ കോഴ്സും മാത്രമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത് തന്നെ നമുക്ക് ആവശ്യത്തിലധികമായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അവിടുത്തെ ഫുഡിനൊക്കെ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ ഈ ഓഷാത്തായ് റെസ്റ്റോറൻറ്റ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവിടുത്തെ പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് മിക്കവാറും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഡിഷാണ്. ക്രാബ് റംഗൂൺ, ക്രിസ്പി പോർക്ക് ബെല്ലി, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ചിക്കൻ നഗറ്റ്സും എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സഡ് ഫ്രൈഡ് പ്ലാറ്ററും പിന്നെ പ്രോൺസും ചിക്കനും ഒക്കെയുള്ള ഒരു പൈനാപ്പിൾ ഫ്രൈഡ് റൈസും അവരുടെ ഒരു ട്രഡീഷണൽ കോക്കനട്ട് സൂപ്പും അതുപോലെ വെർജിൻ മാംഗോ മൊഹിറ്റോയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെയിൽസ്ഫോഴ്സ് ട്രാൻസിറ്റ് സെൻറ്ററിന് മുകളിലുള്ള റൂഫ് ടോപ്പ് പാർക്കിലേക്ക് പോയി. ഏകദേശം 600+ മരങ്ങളും 16,000+ പ്ലാന്റ്സും ഉള്ള ഈ റൂഫ് ടോപ്പ് പാർക്കിലേക്ക് നമുക്കൊരു ഫ്രീ ഗോണ്ടോള റൈഡും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലിഫ്റ്റ് ഒന്നും എടുക്കാതെ ഈ ഗോണ്ടോള റൈഡ് വഴിയാണ് പോണതെങ്കിൽ നല്ലൊരു സൂപ്പർ വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുക. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അങ്ങനെ നമ്മൾ അവിടെ താഴത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും നമ്മുടെ അച്ഛന്മാരും മക്കളൊക്കെ റെഡിയായി. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു ദിവസം നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ അച്ഛന്മാരും മക്കളും കൂടെ ഓഫീസിലും അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ അടിച്ചു പൊളിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോയി.